വെൽക്കം ബാക്ക് ടു കോഫി വിത്ത് സ്നേഹ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ലാലേട്ടന്റെ ഫസ്റ്റ് ഡയറക്ഷനിലുള്ള മൂവി ആയിട്ടുള്ള ബാറൂസ് തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഒരു മിക്സഡ് റിവ്യൂ ആണ് നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആൾക്കാർ മികച്ച ഫിലിമാണെന്ന് അഭിപ്രായപ്പെടുമ്പോഴും മറ്റു ചില ആൾക്കാർ വളരെ നെഗറ്റീവായിട്ടാണ് ബാറൂസിനെ കുറിച്ച് സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ ഫസ്റ്റ് കണ്ടിട്ടുള്ള റിവ്യൂ എന്ന് പറയുന്നത് നമ്മുടെ ആറാട്ടണന്റെ റിവ്യൂ ആയിരുന്നു. അദ്ദേഹം ബാറൂസ് ഫസ്റ്റ് ഹാഫ് കണ്ടു കഴിഞ്ഞതിന് ശേഷം പുറത്ത് വന്നിട്ട് പറഞ്ഞിട്ടുള്ള ആ ഒരു റിവ്യൂ ആണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം പറഞ്ഞത് വളരെ കൂതറ പടമാണ്, ആരും ഇവിടെ വന്ന് സമയം കളയണ്ട എന്ന രീതിയിലാണ് ആ റിവ്യൂ കൊടുത്തിരിക്കുന്നത്. നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടു നോക്കാം. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് വെറും കൂതറ പടം, വെറും കോമാളി പടം, കഥ നല്ലതാണ്, ഇഷ്ടപ്പെട്ട പാട്ട് നല്ലതാണ്, മാനുഭവമായിട്ട് അഭിനയം വളരെ മോശം, വെറും കൂതറ പടം. ഒരു സമയം കളയല്ലോ നിങ്ങൾ, കൂതറ പടം. ഫസ്റ്റ് ഹാഫ് കണ്ടു കഴിഞ്ഞിട്ട് വന്ന് പറയാണ് പടം കൂതറ പടമാണ്, ആരും സമയം കളയാനായിട്ട് വരണ്ടെന്നുള്ളത്. അതേസമയം സെക്കൻഡ് ഹാഫ് കൊണ്ട് കഴിഞ്ഞിട്ട് അദ്ദേഹം വേറൊരു റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്നത് പടം സൂപ്പർ പടമാണ്, ബോളിവുഡ് ടച്ച് ഉണ്ട്, അതുപോലെ ഡയറക്ഷൻ സൂപ്പർ ആണ് എന്നൊക്കെയാണ്. അപ്പൊ ഇയാൾക്ക് മൊത്തം ഫിലിം കണ്ടു കഴിഞ്ഞിട്ട് ഒരു റിവ്യൂ ഇട്ടാൽ പോരായിരുന്നു. എന്തിനാണ് ധൃതി പിടിച്ചിട്ട് ഫസ്റ്റ് ഹാഫ് കണ്ടു കഴിഞ്ഞ ഉടനെ വന്ന് റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നത്? ഇയാളുടെ ഫസ്റ്റ് ഹാഫ് റിവ്യൂവിന്റെ വ്യൂസ് വന്നിരിക്കുന്നത് 3.4 മില്യൺ ആണ്. അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫിന്റെ വ്യൂസ് വന്നിരിക്കുന്നത് only 1.1 മില്യൺ വ്യൂസ് ആണ്. സോ ഈ ഒരു ഫസ്റ്റ് ഹാഫ് മാത്രം കണ്ടിരിക്കുന്ന 2 മില്യൺ ആൾക്കാരുണ്ടല്ലോ, അവർക്ക് എന്താണ് ഈ ഫിലിമിനെ കുറിച്ച് കരുതി വെക്കുന്നുണ്ടാവുക? ഇത് ഒരു കൂതറ പടാണെന്നല്ലേ അവരെല്ലാരും കരുതുന്നുണ്ടാവുക. അത് മാത്രമല്ല, ചെകുത്താന്റെ ചാനലിൽ പോയിരുന്ന് ബാറൂസിനെതിരെ നല്ല രീതിയിലുള്ള ഡിഗ്രേഡിങ്ങും ഇദ്ദേഹം നടത്തുന്നുണ്ട്. ചെകുത്താനി ലാലേട്ടനോടുള്ള ആറ്റിറ്റ്യൂഡ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അദ്ദേഹം ഈ ഒരു അവസരം നല്ലതുപോലെ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇയാൾക്ക് ഇത് എന്തിന്റെ കേടാണെന്ന് മനസ്സിലാവുന്നില്ല. ഇയാൾ അവിടെ പോയിരുന്നിട്ട് ഫിലിം അവിടെ ശരിയായില്ല, ഇവിടെ ശരിയായില്ല, അവിടെ കുറച്ചുകൂടെ ബെറ്റർ ആക്കായിരുന്നു എന്നൊക്കെയാണ് സംസാരിക്കുന്നത്. ഇയാൾക്ക് എന്ത് നോളജ് ആണ് സിനിമയെ കുറിച്ചുള്ളത്? ഇയാൾ ഏതെങ്കിലും ഒരു സിനിമ ഡയറക്ട് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫിലിമിൽ ആക്ട് ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും ബന്ധമുണ്ടോ ഇയാൾക്ക് ഫിലിമുമായിട്ട്? ആകപ്പാട് ചെയ്യുന്നത് ഏതൊരു മൂവി റിലീസ് ആകുമ്പോൾ ഫസ്റ്റ് ഡേ വന്ന് ഫിലിം കാണും, എന്നിട്ട് വായി തോന്നുന്ന കാര്യങ്ങൾ സംസാരിക്കും. ഇയാൾ ഈ ഫിലിം ഡയറക്ട് ചെയ്തിരുന്നെങ്കിൽ അങ്ങ് വേറെ ലെവലിലാക്കും എന്ന രീതിയിലുള്ള ആറ്റിറ്റ്യൂഡിലാണ് ഘോരം വന്നിട്ട് ഓരോ ചാനലും വന്ന് സംസാരിക്കുന്നത്. അല്ലാതെ ഇയാൾക്ക് എന്ത് നോളജാണ് സിനിമയെ കുറിച്ചുള്ളത്, ഡയറക്ഷനെ കുറിച്ചുള്ളത്? നമുക്ക് പുറത്തിരുന്നിട്ട് ഓക്കെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമായിരുന്നു, ഇങ്ങനെ ചെയ്യാൻ പറ്റുമായിരുന്നു എന്നൊക്കെ നമുക്ക് സംസാരിക്കാനായിട്ട് പറ്റും. പക്ഷെ നമ്മളൊരു സാധനം ചെയ്തിട്ട് പ്രൂവ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഒരു മൂവി എടുത്ത് കാണിക്കുക, അപ്പൊ നമുക്ക് പറയാം ഓക്കെ ആറാട്ടാണ് ഈ മൂവി എടുത്തു, ഭയങ്കര അടിപൊളി മൂവി ആയിരുന്നു, അദ്ദേഹത്തിന് പറയാനുള്ള റൈറ്റ് ഉണ്ട്. അല്ലാതെ യാതൊരു കുന്തവും ചെയ്യാതെ വെറുതെ സിനിമ കാണാൻ വന്നിരുന്നിട്ട് സിനിമയും കണ്ടു എന്തെങ്കിലും വായി തോന്നിയെന്ന് പറയുന്നത് ഒട്ടും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. നിങ്ങൾക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് വെച്ചിട്ട് ഓരോ ചാനലിലും കയറി ഇറങ്ങി ഇങ്ങനെ ഡിഗ്രേഡ് ചെയ്യുന്നത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല. ബസ് ഇത് ആക്ച്വലി ലാലേട്ടൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഇത് കുട്ടികൾക്കുള്ള മൂവിയാണെന്നുള്ളത്. ആ ഒരു മൈൻഡോട് കൂടിയാണ് നമ്മൾ ഈ മൂവി കാണാനായിട്ട് പോകേണ്ടത്. അല്ലാതെ ലാലേട്ടന്റെ സ്ഫടികവും നരസിംഹവും 6-ാം തമ്പുരാനും ഒക്കെ എക്സ്പെക്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഡിസപ്പോയിന്റഡ് ആവും. അതുപോലത്തെ ഒരുപാട് ആൾക്കാർ വളരെ നല്ല അഭിപ്രായം ഈ ഫിലിമിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് അതൊന്ന് കേട്ടിട്ട് 3D എക്സ്പീരിയൻസും ബാക്കി മേക്കിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ചേട്ടാ ഡയറക്ഷൻ മോശമായില്ല, പുള്ളിയുടെ നല്ലൊരു ഡയറക്ടറൽ ഡെബ്യൂട്ട് തന്നെയായിരുന്നു. 3D എടുത്ത് പറയേണ്ടതാണ്, കാരണം ഒരുപാട് പടങ്ങൾ 3D ആയിട്ട് ഇറങ്ങുന്നത് ഇവർ ശരിക്കും 2Dയിൽ എടുത്തതിന് ശേഷം പിന്നെ റെൻഡർ ചെയ്ത് 3D ആക്കുന്നതാണ്. ഇത് 3D ആയിട്ട് എടുത്തൊരു പടമാണ്, നമ്മൾ കാണുമ്പോൾ അറിയാം, ട്രെയിലർ കാണുമ്പോഴാണ് 3D ആയിട്ട് എടുത്തതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് പക്ക പിള്ളേർക്ക് വേണ്ടിയുള്ള പടമാണ്. ഫാൻസാർ ആർപ്പ് വിളിക്കാൻ, അതായത് ലാലേട്ടന് മുണ്ടോടക്കി കുത്ത് മീശ വരികില്ല, അതും പ്രതീക്ഷ പോകരുത്. ഇത് പക്ക ഒരു ഫാൻറ്റസി പിള്ളേർക്ക് വേണ്ടിയുള്ള പടം. ബേസിക്കലി ടോപ്പ് നോച്ച് ആയിട്ടുള്ള പടമാണ്. ടെക്നിക്കലി അത്യാവശ്യം നല്ല ഒരു പക്ക ഫാൻറ്റസിയാണ്. മേക്കിങ്ങിലും ആർട്ട് വർക്കൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഫാൻറ്റസി നല്ല വിഷ്വൽ ട്രീറ്റ് ഉണ്ട്. അതായത് ബേസിക് പിള്ളേർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. അതായത് ഇപ്പോൾ മാർക്കോ റിലീസായി, മാർക്കോ എന്തായാലും കുട്ടികൾക്ക് കാണിക്കാൻ പറ്റുന്ന ഒരു പടമല്ല. അപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ എന്തായാലും അവധി ദിവസമാണ്. അപ്പോൾ പിള്ളേർക്ക് കാണാൻ പറ്റിയ പടമാണ്. പിള്ളേർക്ക് എന്താ പറയുക, ക്രിസ്മസ് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പടമാണ്. അതേപറ്റി പറയുകയാണെങ്കിൽ 100% സക്സീഡ് ആയിട്ടുണ്ട്. കാരണം ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. 3D എഫക്ട് നല്ലൊരു തിയേറ്റർ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മൈ ഡിയർ കുട്ടിച്ചാത്തന് ശേഷം അതേപോലെ ഒബ്ജക്ട്സ് ഒക്കെ അടുത്ത് വരുന്ന, അല്ലെങ്കിൽ ഭയങ്കര നമുക്ക് പറയുന്ന ഒരു 3Dയിൽ പ്രധാനമായിട്ട് വേണ്ടത് ഒരു ഇമ്മൻസ് ഭയങ്കര ഇൻഡെക്സ് ഫീലിംഗ് അത് കിട്ടുന്നു. പിന്നെ സിനിമയിലെ കഥ നോക്കുകയാണെങ്കിൽ ഒരു 389 വർഷമായിട്ട് നിധി കാക്കുന്ന ഒരു ഭൂതം, അദ്ദേഹം അത് ആർക്ക് വേണ്ടി കാക്കുന്നു എന്തിനെന്നുള്ള ഉത്തരമാണ് സിനിമ പറയുന്നത്. അപ്പൊ ആ ഫറോസും ഇസ എന്ന് പറയുന്ന ഒരു കുട്ടിയാണ്, അവരുമായിട്ടുള്ള ഇമോഷൻസ് ആയിട്ടുള്ള. പിന്നെ സിനിമയിൽ ചില കുറവുകളുണ്ട്, സ്വാഭാവികമാണ്. കാരണം കഥ മുഴുവൻ ഈ ഗോവ ഒരു പോർച്ചുഗീസ് ബാക്ക്ഡ്രോപ്പ് ഒക്കെയാണ് പറയുന്നത്. അപ്പം അഭിനയിച്ചിരിക്കുന്ന വിദേശ താരങ്ങളായിട്ട് ചില ഇമോഷൻസ് നമുക്ക് ആദ്യമൊന്നും നമുക്ക് അങ്ങോട്ട് പിക്ക് ആവില്ല. കാരണം പടം ഫുൾ ഒരു ബാക്ക്ഡ്രോപ്പ് ഒരു വിദേശ ശൈലിയിലാണ്. അപ്പൊ അതിന്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ മൊത്തത്തിൽ ഒരു മൂവി ടെക്നിക്കലി ഭയങ്കര സൗണ്ടാണ്. കുട്ടികൾക്ക്, പ്രത്യേകിച്ച് ഫാമിലി കുട്ടികൾക്കായിട്ട് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. ഒട്ടും പ്രതീക്ഷ ഇല്ലാതെ പലരും ഈ സിനിമയെ ഭയങ്കരമായിട്ട് താഴ്ത്തി കെട്ടാനൊക്കെ ശ്രമിച്ചു. പക്ഷെ ആസ് എ ഡയറക്ടർ മോഹൻലാൽ വിജയിച്ചു എന്ന് തന്നെ പറയാം. നല്ല രീതിയിലൊരു സിനിമ, അതായത് അദ്ദേഹത്തിന്റെ ഒരു സേഫ് സോൺ നോക്കി പോവാം, അതൊന്നും നോക്കാതെ ഇത്രയും ക്വാളിറ്റിയിൽ റിസ്ക് എടുത്ത ഒരു എക്സ്പെരിമെന്റ് സബ്ജക്ട് നല്ല രീതിയിൽ
കുട്ടികൾക്ക് വേണ്ടി അറിയാം മുതികാക്കും ഭൂതത്തിന്റെ കഥ ബറോസൊക്കെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തു. 3D എക്സ്പീരിയൻസ് സൂപ്പറാണ്. കാരണം ഒന്നാമത്തെ ഏരിയസ് പ്ലക്സിന്റെ പ്രൊജക്ഷൻ കിടുകയാണ്. പിന്നെ ഇത് 3Dയിലാണ് ഷോട്ട് ചെയ്തിരിക്കുന്നത്. മൈഡിയർ കുട്ടിച്ചാത്തൻ പോലെ കുറെ സംഭവങ്ങൾ പിള്ളേർക്ക് വേണ്ടി ഇങ്ങനെ അടുത്ത് അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ മൊത്തത്തിൽ നമുക്ക് പറയാലോ വിഷ്വൽ ഫുൾ സ്ക്രീൻ അല്ല, 3D ആണെങ്കിൽ തന്നെ കോമ്പാക്ട് ആണ്. പക്ഷെ അത് നമുക്ക് നല്ല ഇമ്പാക്ട് കിട്ടും 3D കാണുമ്പോഴത്തേക്ക്. ആ ഒരു സെക്കൻഡ് ഹാഫിൽ ഒരു അണ്ടർ ദ വാട്ടർ സീക്വൻസ് ഒക്കെ ഉണ്ട്, ഒരു പാട്ടൊക്കെ വെച്ചിട്ട്. അത് കുറെ നല്ല വിഷ്വൽസ് ഉണ്ട്. സന്തോഷ് ശിവന്റെ ക്യാമറ വർക്കും ഈ സന്തോഷ് രാമന്റെ ആർട്ട് വർക്കും ഒക്കെ നല്ല രീതിയിൽ സിനിമ സഹായിച്ചിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടോ? ആരെയാണ് ഇഷ്ടപ്പെട്ടത്? എനിക്ക് അങ്ങനെ എല്ലാവരും ഇഷ്ടപ്പെട്ടു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലാലേട്ടന്റെ മുണ്ട് പറയുന്ന എക്സ്പെക്ട് ചെയ്യാതെ ഒരു എക്സ്പെക്ടേഷനും ഇല്ലാതെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മൂവി തന്നെയായിരിക്കും ബാറോസ്. ഇവിടെ എല്ലാവരും സംസാരിക്കുന്നത് അതിന്റെ VFXനെ കുറിച്ചും അതിന്റെ 3D അതിന്റെ മേക്കിങ്ങിനെ കുറിച്ചൊക്കെയാണ്. എന്തായാലും കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന നല്ലൊരു വിഷ്വൽ ട്രീറ്റ് ആയിരുന്ന ഒരു മൂവി തന്നെയായിരിക്കും ബാറോസ് എന്ന് തന്നെയാണ് ഇവരുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ ലാലേട്ടൻ പറഞ്ഞതുപോലെ തന്നെ കുട്ടികൾക്കും അതുപോലെ തന്നെ കുട്ടികളെ പോലെ ഇന്നസെന്റ് ആയിട്ടുള്ള മനസ്സിലുള്ളവർക്കും ഈ മൂവി ഇഷ്ടപ്പെടുമായിരിക്കും. സോ അപ്പോഴും ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് കുട്ടികൾക്ക് ഈ പടം ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്നത്തെ കാലത്ത് ഒരുപാട് കുട്ടികൾ എന്ന് പറയുന്നത് അവരുടെ ഏജ് കൊണ്ട് മാത്രമാണ്. അവർ വലിയ ആളുകളെ പോലെ സംസാരിക്കുകയും തിങ്ക് ചെയ്യുകയും ചെയ്യുന്ന ഒരുപാട് കുട്ടികൾ ഇന്ന് നമ്മുടെ ഇടയിലുണ്ട്. സോ അത്തരം കുട്ടികൾക്കും മേ ബി ഈ സിനിമ ഇഷ്ടപ്പെടണമെന്നില്ല. ഒരു ഫിലിം കണ്ടു കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം പറയാം. ബട്ട് ഇതൊരുമാതിരി ഡീഗ്രേഡ് ചെയ്യുന്നത് പോലെ എല്ലായിടത്തും പോയി വളരെ മോശമായിട്ട് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ ഉടനെയൊക്കെ വന്നിട്ട് തെറി വിളിക്കാന്നൊക്കെ പറയുന്നത് ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ പോസിറ്റീവോ നെഗറ്റീവ് ആയിട്ടുള്ള നമ്മുടെ അഭിപ്രായം പറയുന്ന സമയത്ത് ലാലേട്ടന്റെ ചില അന്ധ ഫാൻസുകാർ ലാലേട്ടന്റെ പേര് നശിപ്പിക്കാൻ വേണ്ടി ചില മോശമായ രീതിയിലുള്ള സമീപനം ചില തിയേറ്ററുകളൊക്കെ നടത്തിയിട്ടുണ്ട്. പിന്നെ എന്താ പറയേ, ബാക്കിയുള്ളവരൊക്കെ പറയട്ടെ. നമ്മുടെ തിയേറ്ററിൽ ലാലേട്ടൻ്റെ കോസ്റ്റ്യൂമും കാര്യങ്ങളായിട്ടൊക്കെ ഇവിടെ വന്നതാണ്. വന്നപ്പോഴത്തേക്ക് ഇവിടെ കുറേ ഗുണ്ടകൾ വന്ന് നമ്മളെ അടിക്കാനും പിടിക്കാനും വരികയും എൻ്റെ കോസ്റ്റ്യൂം വലിച്ചു കീറുകയും ഇതൊക്കെ ഞാൻ വണ്ടി ഓടിയിട്ട് ഞാൻ കൊണ്ടുവന്നതാണ്. ഇത് ലാലേട്ടൻ വല്ല കാണുന്നുണ്ടോ? ആരും കാണുന്നില്ലല്ലേ? അങ്ങനെ തന്നെയാണ്. ഞാൻ ആർക്കും റിവ്യൂ എടുത്തില്ല. നമുക്ക് ആരും പേടിച്ച് നമുക്ക് ജീവിക്കേണ്ട കാര്യമില്ല. നല്ലതെന്ന് തന്നെ പറയണം, മനസ്സിലായില്ലേ? എൻ്റെ ഡ്രസ്സും കയറി എന്നെ തൊപ്പിയും എടുത്ത് വെച്ച് ഇവന്മാരെന്തിനാ ഗുണ്ടായിസാണ് കാണിക്കുന്നത്. ഞാൻ വന്ന് കോസ്റ്റ്യൂം ഇട്ട് വന്നത് ഞാൻ ലാലേട്ടനെ കളിയാക്കുന്നത്. എങ്കിൽ പിന്നെ എത്രയോ പേര് മൊത്തം ഞാൻ എൻ്റെ വസ്ത്രധാരണം ചെയ്യണത് എൻ്റെ ഇഷ്ടപ്രകാരമാണ് വസ്ത്രധാരണം ചെയ്യണത്. ഞാൻ പൈസ കൊടുത്ത് തന്നെയാണ് സിനിമ കാണുന്നത്. അപ്പോൾ ഒരു പൈസ കൊടുത്ത് കാണുമ്പോഴത്തേക്ക് ഒരു റിവ്യൂ അത് എങ്ങനെ കൊടുക്കണം? കാര്യം നമ്മളെ പ്രതീക്ഷ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഞാൻ എന്തോ എങ്ങനെ ആയിക്കോട്ടെ, അതല്ല നമ്മളൊരു സിനിമ നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയാം. അത് ലാലേട്ടനല്ല മമ്മൂക്കയല്ല യാതൊരു നടനായിരുന്നാലും എന്നും പറഞ്ഞുകൊണ്ട് ഗുണ്ടായിസം കാണിച്ച് ഇങ്ങനെ ഭീഷണിപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. മനസ്സിലായില്ലേ? എനിക്കും ചോദിക്കാനും പറയാൻ ആളില്ലാത്തതുകൊണ്ടൊന്നുമല്ല. നമ്മൾ പൈസ കൊടുത്തൊരു മൂവി കണ്ടിട്ട് മാന്യമായിട്ട് ഡീഗ്രേഡ് ഒന്നും ചെയ്യാതെ ജെന്യുവൻ ആയിട്ട് നമ്മുടെ അഭിപ്രായം പറയുന്ന സമയത്ത് അവരെ കയ്യേറ്റം ചെയ്യാനായിട്ട് ആരാണ് ഈ അന്ധ ഫാൻസുകാർക്ക് റൈറ്റ് കൊടുത്തിട്ടുള്ളത്? നിങ്ങൾ എന്തിനാണ് ഇത്ര ഇൻടോളറൻസ് കാണിക്കുന്നത്? അഭിപ്രായം അവർ പറയട്ടെ, അത് പോസിറ്റീവോ നെഗറ്റീവോ ആവട്ടെ. ഇഷ്ടമുള്ളവർ കാണട്ടെ, ഇഷ്ടമില്ലാത്തവർ കാണണ്ട. പടം നല്ലതാണെങ്കിൽ ആർക്കും ഡീഗ്രേഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. പടം കണ്ടിട്ടുള്ള ജെന്യുവൻ ആയിട്ടുള്ള ആളുകളുടെ ഒപ്പീനിയൻ അറിയാനായിട്ട് ആഗ്രഹിക്കുന്നു. സോ കമന്റ് ബിലോ. എന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.